എറണാകുളം കടവന്ത്രയിൽ നിന്നും കാണാതായ സുഭദ്രയുടേത് ക്രൂരമായ കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. എച്ച് ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഷാജി, എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ? വിനിഷ, വയോധികയുടേത് ക്രൂരമായിട്ടുള്ള കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേതാണ് പ്രാഥമിക നിഗമനം. ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് 2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും പോലീസിന് ലഭ്യമാകുക. ശരീരത്തിന്റെ 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കഴുത്ത്, കൈ എന്നിവ ഒടിഞ്ഞ നിലയിലാണ്. കഴുത്തിൽ ശക്തമായിട്ട് ബലം പ്രയോഗിച്ചതിന്റെ ലക്ഷണങ്ങളുണ്ട്. ഒരുപക്ഷെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കൈ ഒടിഞ്ഞത് കൊലപാതക ശേഷമായിരിക്കാം. കാര്യം, കൊലപാതകത്തിന് ശേഷം ഇത് കുഴിയിലേക്ക് വെക്കുന്നതിന് വരിഞ്ഞു മുറുക്കി കെട്ടിയതാകാമെന്നും സംശയിക്കുന്നുണ്ട്. ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ പോലീസിനോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇതിന്റെ വിശദമായ റിപ്പോർട്ട് 2 ദിവസങ്ങൾക്കുള്ളിൽ പോലീസിന് കൈമാറും. ശരി, ഷാജഹാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എറണാകുളം കടവന്ത്രയിൽ നിന്നും കാണാതായ സുഭദ്രയുടേത് ക്രൂരമായ കൊലപാതകം റിപ്പോർട്ടെന്ന പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. ശരീരത്തിന്റെ 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിൽ. ഇടത് കൈ ഒടിച്ചു പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ഷാജിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.